ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേക്ഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, മൂന്നാം ദിവസത്തേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു. വീണ്ടും പെന്തക്കോസ്ത ഒരുക്ക അഭിഷേക ധ്യാനത്തിലേക്ക്. ഓരോ ദിവസവും ദൈവം നമുക്ക് പുതിയ പുതിയ അഭിഷേകം തരികയാണ്. വചനം പറയുന്നു, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് സഭയെ പണിതുയർത്തുവാൻ നല്ലവനായ ദൈവം നമ്മളെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. മൂന്നാം ദിവസം നമ്മൾക്ക് വേണ്ടി വചനം പങ്കുവച്ച് പ്രാർത്ഥിക്കുന്നത് തിരുവനന്തപുരത്തുള്ള മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛനാണ്. അച്ഛൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. തീർച്ചയായിട്ടും വചനം നമുക്ക് പുതിയ തുടക്കങ്ങൾ കുറിക്കാൻ സഹായിക്കും. യേശുവിൻ്റെ വചനം കേൾക്കാൻ പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥ അഗ്നി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാലാന്തരത്തിൽ അത് തണുത്തു പോയാലും കെട്ടുപോയാലും മറഞ്ഞു കിടന്നാലും അതിനാളിക്കത്താൻ ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ്. എന്നെ വിശ്വസിക്കുക, ഒരു സെക്കൻഡ് മതി. വേഗം അതിനെടുത്തു. 2 മക്കബായർ 1-ാം അധ്യായം 18 മുതൽ. കിസ്ലേവ് മാസം 25-ാം ദിവസം ഞങ്ങൾ ദേവാലയ ശുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുന്ന വിവരം നിങ്ങളും അറിയേണ്ടതാണ്. കാരണം കൂടാരത്തിരുനാളും ദേവാലയവും ബലിപീഠവും നിർമ്മിച്ച നെഹമ്യ ബലികൾ അർപ്പിച്ചപ്പോൾ നൽകപ്പെട്ട അഗ്നിയുടെ തിരുനാളും നിങ്ങൾ ആഘോഷിക്കേണ്ടതാണല്ലോ. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നിയെടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വെച്ചു. ഇങ്ങോട്ട് നോക്കിയേ. അതായത് ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയപ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നെബൂഖദ്നേസർ രാജാവ്, ദാനിയേലിൻ്റെ പുസ്തകം 1 ഇപ്പം എടുക്കണ്ട, ഇങ്ങോട്ട് നോക്കിയോ. ദാനിയേൽ 1 നമ്മൾ വായിക്കുന്നുണ്ട്, നെബൂഖദ്നേസറിന് ദൈവം ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ എന്ത് ചെയ്തു? അവൻ ജെറുസലേമിൽ വന്ന് ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി, അഗ്നിക്കിരയാക്കി. അപ്പോ ദേവാലയം പൂർണ്ണമായും കത്തി നശിപ്പിക്കപ്പെട്ടപ്പോ മഹിമയോടെ തല ഉയർത്തി, പ്രതാപത്തോടെ, തലയെടുപ്പോടെ മഹാത്ഭുതങ്ങൾ, ലോകത്തെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് അങ്ങനെ തലയെടുപ്പോടെ നിന്ന് ആ ദേവാലയം മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി. ദേവാലയം ഇല്ലാതായി. എല്ലാ സാധനങ്ങളും കത്തിച്ച് കളഞ്ഞു. ദേവാലയം കത്തിച്ച് നശിപ്പിക്കുന്നതിന് മുമ്പ് വിലപിടിപ്പുള്ള സകല വസ്തുക്കളും എടുത്ത് നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ആ കാലഘട്ടത്തിൽ പ്രവചനം നടത്തിയിരുന്ന പ്രവാചകനാണ് ജെറമിയ. 40 കൊല്ലമാണ് ജെറമിയ, 4 പതിറ്റാണ്ടാണ് ജെറമിയ
യൂദയായുടെ തെരുവീഥികളിലൂടെ പറഞ്ഞുകൊണ്ട് നടന്നത്, ഇതാ വടക്ക് നിന്ന് ഒരു ഭീഷണി വരുന്നു. സിംഹം മാളം വിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്, കൊടുങ്കാട്ടിൽ നിന്ന് സിംഹം ഇറങ്ങിയിട്ടുണ്ട്. മക്കളെ, അനുദപിക്കുക. നിങ്ങൾ അഹങ്കരിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ഓർത്ത് രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു. ജീവജലത്തിന്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. തങ്ങൾക്ക് വേണ്ടി വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണർ കുഴിച്ചു. ജനതകളിൽ വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് തരാൻ ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നീ എൻ്റെ പക്കലേക്ക് ഓടി വരുമെന്ന് ഞാൻ പ്രത്യാശിച്ചു. നിങ്ങൾ അഹങ്കരിച്ചാൽ, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. തലയുയർത്തി നോക്കുക, വടക്ക് നിന്ന് വരുന്നത് ആരാണ്? ജെറമ്യാ ഇങ്ങനെ ആവർത്തിച്ച് 4 പതിറ്റാണ്ട് പ്രവചിച്ചുകൊണ്ടിരുന്നു. മക്കളെ, ജീവിതം തിരുത്തണം, തെറ്റ് തിരുത്തണം, പാപത്തിൽ നിന്ന് പിന്തിരിയണം, കർത്താവിലേക്ക് മടങ്ങി വരണം. കേട്ടില്ല, അനുസരിച്ചില്ല, അതിന് കാത് കൊടുത്തില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? നിർണായകമായൊരു സമയത്ത് BC 587 ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ വന്ന് ദേവാലയം കത്തിച്ച് ചാമ്പലാക്കി. ദേവാലയത്തിലെ വിശിഷ്ട സമ്പത്ത് മുഴുവൻ, വിലപിടിപ്പുള്ളത് മുഴുവൻ എടുത്തുകൊണ്ട് ബാബിലോണിലേക്ക് പോയി. അപ്പൊ ഇത് ജെറമ്യായ്ക്ക് അറിയാം. പ്രവാചകൻ ആ ഇൻഡ്യൂഷൻ കിട്ടി. എന്താണ്? ഈ ദേവാലയം നശിപ്പിക്കപ്പെടും, എല്ലാം കൊണ്ടുപോകും. അതുകൊണ്ട് ജെറമ്യാ എന്ത് ചെയ്തു? സമാഗമ കൂടാരവും വാഗ്ദാന പേടകവും എല്ലാം എടുത്ത് ജെറമ്യാ മോശ മരിച്ച മലയുടെ ഏതോ ഒരു ഭാഗത്തൊരു ഗുഹയിൽ കൊണ്ടുവന്ന് അതെല്ലാം ഒളിപ്പിച്ചു വെച്ചു. നമ്മൾ മക്കബായരുടെ പുസ്തകത്തിൽ വായിക്കുന്നതാണ്, കേട്ടാ മതി. ഇനി അടുത്ത പ്രശ്നം എന്താണ്? ഈ തീ ദേവാലയത്തിലെ ബലിപീഠത്തിൽ തുടരെ 365 ദിവസവും 24x365 കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടിരുന്ന തീയുണ്ട്. ആ തീ കെട്ടുപോകാൻ പാടില്ല. ദൈവാരാധനയുടെ തീയാണത്. അപ്പൊ ആ തീ കെട്ടുപോകാൻ പാടില്ലാത്തത് കൊണ്ട് ആ അഗ്നി കനലുകൾ എടുത്ത് ആ അഗ്നി എടുത്ത് ഒരു പൊട്ടക്കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. ഇതാണ് നമ്മൾ വായിക്കുന്നത്. 19-ാം വാക്യം. നമ്മുടെ പിതാക്കന്മാർ അടിമകളായി പേർഷ്യയിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ഭക്തന്മാരായ പുരോഹിതന്മാർ ബലിപീഠത്തിൽ നിന്ന് അല്പം അഗ്നി എടുത്ത് പൊട്ടക്കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ചു. അത് രഹസ്യമായിരിക്കാൻ വേണ്ട മുൻകരുതലുകളും ചെയ്തു. വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ദൈവകൃപയാൽ പേർഷ്യ രാജാവ് നിയോഗിച്ച നെഹമിയാ പുരോഹിതന്മാർ ഒളിച്ചു സൂക്ഷിച്ച അഗ്നി എടുത്തുകൊണ്ടുവരാൻ അവരുടെ പിൻഗാമികളോട് നിർദ്ദേശിച്ചു. അവർ മടങ്ങി വന്ന് അഗ്നി കണ്ടെത്തിയില്ലെന്നും എന്നാൽ ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെന്നും അറിയിച്ചു. ഇങ്ങോട്ട് നോക്കിയേ, തീ പോയി. 15 വർഷത്തെ ശുശ്രൂഷ ജീവിതം, തീ പോയി. ആ സ്ഥാനത്തൊരു കൊഴുത്ത ദ്രാവകം. ആളുണ്ട്, ശുശ്രൂഷയുണ്ട്, ദാനിയേലച്ചൻ ധ്യാനം നടത്തുന്നുണ്ട്, പക്ഷെ കൊഴുത്ത ദ്രാവകം. ഇതെന്റെ സാധ്യതയാണ്, നിങ്ങളുടെ സാധ്യതയാണ്. തീയില്ല. അപ്പൊ അവര് പറഞ്ഞു തീ പോയി, പക്ഷെ ആളുണ്ട് അവിടെ. തീ കണ്ടില്ലെന്നും ആ സ്ഥാനത്ത് ഒരു കൊഴുത്ത ദ്രാവകം കണ്ടെത്തിയെന്നും അവർ അറിയിച്ചു. വായിക്ക. അത് കോരിക്കൊണ്ടുവരുവാൻ നെഹമിയ ആജ്ഞാപിച്ചു. ബലിവസ്തുക്കൾ ഒരുക്കുമ്പോൾ വിറകിന്മേലും ബലിവസ്തുവിന്മേലും ആ ദ്രാവകം തളിക്കാൻ പുരോഹിതന്മാരോട് അവൻ നിർദ്ദേശിച്ചു. അപ്രകാരം ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ മേഘാവൃതമായിരുന്ന സൂര്യൻ തെളിയുകയും വലിയൊരഗ്നി ആളിക്കത്തുകയും ചെയ്തു. ഇത് ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ഒരു കൊഴുത്ത ദ്രാവകമാണ്. ആ കൊഴുത്ത ദ്രാവകം കോരിയെടുത്ത് സെഹിയോന്റെ ധ്യാന ഹോളിൽ ഇരുത്തിയിരിക്കുകയാണ്. അല്പം കഴിയുമ്പോൾ മേഘാവൃതമായ ആകാശത്ത് നിന്ന് മേഘം മാറും, സൂര്യൻ തെളിയും, നീ ആളിക്കത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വിശ്വസിക്ക്. ഇത് ദൈവവചനമാണ്. ഒരിക്കൽ ദൈവം കത്തിച്ച തീ അത് കെടുത്താൻ പിശാചിന് പറ്റില്ല. അത് കെട്ടുപോയാലും അത് പിന്നെ കത്തും. അത് കെട്ടുപോയാലും അത് പിന്നെ കത്തും. നീ ഇപ്പൊ കെട്ടിരിക്കുകയാണെങ്കിൽ നീ പിന്നെ കത്തും. ഇത് വിശ്വസിക്ക്, നീ കത്തും. ഇത് ദൈവവചനാണോ?
ആണെങ്കിൽ നീ കത്തിയിരിക്കും. വിശ്വസിച്ചോ? ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ ദൈവം കൊളുത്തിയതാണെങ്കിൽ, അതാണ് ഒറിജിനൽ ഫയർ ആണെങ്കിൽ. ഒറിജിനൽ ഫയർ ആണോ? ഇപ്പൊ നീ തണുത്തിരിക്കുകയാണ്, സാരമില്ല ഏട്ടാ, ഇപ്പൊ തണുത്തിരിക്കുകയാണ്, പൊന്നു ചേച്ചി വിഷമിക്കണ്ട, ഇവിടെ ഇരുന്നോ, സൂര്യൻ ദാ നിന്റെ തലയ്ക്ക് മീതെ ഉദിക്കും. ചൂട് കുറച്ചടിച്ചാൽ മതി. ചൂട് ഇനി ആരും കൊണ്ടുവന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കൊന്നും വേണ്ട. ചൂടടിച്ചാൽ മതി. ചൂടടിക്കുന്നിട്ട് തിരിക്ക് കുറച്ചു നേരം. ചൂടടിക്കാൻ സാധ്യതയുള്ളൊരു തിരിക്ക്, ആട്ടങ്ങിയിരിക്ക്, വചനം കേക്ക്, ചൂടടിക്കട്ടെ. വിശുദ്ധ കുർബാനയെ സംബന്ധിക്ക്, ചൂടടിക്കട്ടെ. ജപമാല ചൊല്ല്, ചൂടടിക്കട്ടെ. മിണ്ടാതെ നടക്ക്, ചൂടടിക്കട്ടെ. ഹൃദയം തുറന്നിരിക്ക്, ചൂടടിക്കട്ടെ. സെഗിയോന്റെ ധ്യാന ഹോള് വിട്ടിറങ്ങും മുമ്പ് നീ ഒരു തീപ്പന്തമായി മാറിയിരിക്കും. ആരെങ്കിലും ശുശ്രൂഷ ജീവിതത്തിൽ മടുത്ത് തണുത്ത് പാപത്തിൽ വീണ് അനേകം തിന്മ ചെയ്ത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വഴിയിലും കുരുക്കിലും പെട്ടിരിക്കുകയാണെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ, സുവിശേഷം എന്താണ്? സുവിശേഷം ഇത്രയേ ഉള്ളൂ: വീണ്ടെടുക്കപ്പെടാൻ പറ്റാത്തതുപോലെ ആരും നശിച്ചു പോയിട്ടില്ല. അതാണ് സുവിശേഷം. രക്ഷിക്കാൻ പറ്റാത്തതുപോലെ ആരുമില്ല ഈ ലോകത്ത്. അതാണ് സുവിശേഷം. എല്ലാവർക്കും രക്ഷയുണ്ട്. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കർത്താവായ യേശുവിൻ്റെ കുരിശുണ്ട്. അതുകൊണ്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ നടക്കുന്ന ശുശ്രൂഷകളിൽ സംബന്ധിച്ചുകൊണ്ടേയിരിക്കണം. ഈ അഗ്നി ആളിക്കത്ത്. കാരണം ഒരിക്കൽ ഈ തീ വീണവരാണിത്, അല്ലെങ്കിൽ വരില്ല നിങ്ങൾ. ഒരിക്കൽ എവിടെയോ വെച്ച് ഈ അഗ്നി ഇറങ്ങിയതാണ് നിങ്ങളുടെ മേൽ. ഈ ആത്മാവിൻ്റെ തീ നിങ്ങൾ ഒരിക്കൽ ടേസ്റ്റ് ചെയ്തതാണ്. ഒരിക്കൽ നിങ്ങളുടെ ശുശ്രൂഷ ആളിക്കത്തിയതാണ്. ഇപ്പം ചിലപ്പോൾ മടുത്തു പോയിട്ടുണ്ടാവാം. വിഷമിക്കരുത്. ഒരു കുമ്പസാരക്കൂട്ടിൽ വെച്ച് ഈ മേഘം മാറും. മനസ്സ് തുറന്ന് നീ പാപം എല്ലാം അങ്ങോട്ട് എഴുതി വെച്ച് കണ്ണുനീരോടെ കുമ്പസാരിക്കുമ്പോൾ ഈ മേഘം മാറും, സൂര്യൻ തെളിയും. കുമ്പസാരം കഴിഞ്ഞ് നേരെ മേലോട്ട് നോക്കണം. നീതി സൂര്യൻ ഇങ്ങനെ ചിരിച്ചോട് നിൽക്കുന്നതാണ്, ഹായ് പറഞ്ഞിട്ട്. കർത്താവിൻ്റെ മുഖം കാണാൻ നിനക്ക് ഭാഗ്യം കിട്ടും. മടുത്തു പോരുത്, തളർന്നു പോരുത്, ക്ഷീണിച്ചു പോരുത്. ഈ സൂര്യൻ നിന്റെ തലയ്ക്ക് മീതെ കത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവിനെ സ്നേഹിച്ച എനിക്ക് മറക്കാൻ പറ്റാത്തൊരു രംഗം പാഷൻ ഓഫ് ക്രൈസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശിമയോൻ കാഴ്ച കാണാൻ നിന്നാണ് ഇങ്ങനെ ഒരു ജാഥ പൊക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ കാലത്ത് പീലാത്തോസ് തന്നെ ഏതാണ്ട് 5000-ഓളം ആളുകളെ കുരിശ് തറച്ച് കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പൊ കുരിശ് മരണം ഒരു സാധാരണ മരണമാണ്. അതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. ഈ മനുഷ്യൻ സൈറീൻകാരൻ, കെവറീൻകാരൻ ശിമയോൻ, ഈ സൈറീൻ അങ്ങ് ഈജിപ്തിലാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ഇദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്തോ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തിയതാണ്. ജെറുസലേം നഗരത്തിലെത്തി. അയാളുടെ എന്തോ ആവശ്യം, വീട്ടിലെ കാര്യമോ കച്ചവട സംബന്ധമായ കാര്യം, എന്തോ കാര്യത്തിന് വേണ്ടി വന്നിട്ട് അയാളിങ്ങനെ നിന്നപ്പോഴാണ് ഒരു ബഹളം. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. പിന്നെ ഭയങ്കര അടി, നിലവിളി എല്ലാം കണ്ടിട്ട് ഇങ്ങനെ എത്തി നോക്കിയാണ്. എന്താ സാറേ പ്രശ്നം? അങ്ങനെ നോക്കിയാണ്, എന്നാ പ്രശ്നം? അപ്പൊ അയാൾ പറഞ്ഞ, ഒരുത്തനെ കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോകും. ആരാ അത്? ജീസസ്. ആരാ അത്? അത് ഈ നാട്ടിൽ ഇങ്ങനെ 30-31 വയസ്സേ ഉള്ളൂ, കുറച്ച് അത്ഭുതമൊക്കെ ചെയ്ത ആളാണ്, ഇവനാണ് മിശിഹ എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. ഇപ്പൊ യഹൂദന്മാരെല്ലാം കൂടെ പിടിച്ച് റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ച് കുരിശ് തറയ്ക്കാൻ കൊണ്ടുപോകണം. ആഹാ, ചെറുപ്പമാണല്ലേ, ചെറുപ്പമാണ്, 33 വയസ്സേ ഉള്ളൂ. അയ്യോ കഷ്ടം. ഇങ്ങനെ നിന്നതാ. ഇപ്പൊ ഇവിടെ ഇരിക്കുക, പണ്ട് ഇങ്ങനെ നിന്നതാ. ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഏറ്റവും പുറകില് ഇങ്ങനെ നിന്നതാ. ഇപ്പൊ ദേ ഇവിടെ ഇരിക്കുന്നു. ഇങ്ങനെ നിന്നതാ പണ്ട്. കാണാൻ വന്നതാ. കാണാൻ വന്നവനെ കൊണ്ട് ഈ പുസ്തകം പിടിപ്പിച്ചവനാണ് കുരിശെ കിടക്കുന്നവൻ. അപ്പൊ റോമാക്കാര് ഈ കുരിശിൽ തൊടില്ല, യഹൂദനും തൊടില്ല. ഈശോ പാതി വഴി വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് അവര് ഭയപ്പെട്ടു. അപ്പൊ ഇതാരേലും ഒന്ന് പിടിക്കണമല്ലോ. മേജർ പട്ടാളക്കാരനോട് പറഞ്ഞു പിടിക്കാൻ. ഞാൻ പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. യഹൂദന്മാരോട്, അപ്പൊ അവരോരോരുത്തരായിട്ട് പുറകോട്ടങ്ങ് പോയി. അപ്പൊ ഇവന് കഥ അറിഞ്ഞുകൂടാ, ഇവൻ അറിഞ്ഞുകൂടാ, ഈ സിറ്റുവേഷൻ അറിഞ്ഞുകൂടാ. അപ്പൊ ഇവന്റെ അപ്പുറത്ത് നിന്നവനും മാറി, ശരിയാവില്ല, നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ് അവൻ പോയി. ഇപ്പുറത്ത് നിന്നവൻ, അയ്യോ
ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്തില്ല, ഇപ്പോൾ എടുത്തില്ല, കിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ പോയി. ഇവൻ മാത്രമായി. ഇവൻ അറിയില്ല, ഈ സിറ്റുവേഷൻ അറിയില്ല. കാരണം ഈ കുരിശ് പിടിക്കാൻ പട്ടാളക്കാരൻ ആവശ്യപ്പെടുമെന്ന് കണ്ട് യഹൂദന്മാരെല്ലാം അങ്ങ് വലിഞ്ഞു. ഇവൻ തന്നെയായ സമയത്ത് പട്ടാളക്കാരൻ പറഞ്ഞു, കുരിശെ പിടിക്കടാന്ന് പറഞ്ഞു. അയ്യേ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ അല്ല, നാട്ടുകാരനല്ല, സാധനം വാങ്ങിക്കാൻ വന്ന, പഞ്ചസാര വാങ്ങിക്കാൻ വന്നെന്ന് പറഞ്ഞു. പിടിയടാന്ന് പറഞ്ഞു. പിടിയടാ. അല്ല അങ്ങനെ പറഞ്ഞു. അങ്ങനെ സാറേ വീട്ടിൽ ചെല്ലണമെന്ന് പറഞ്ഞു. വൈകുന്നേരം ചെന്ന് ഒന്നാമതെ ഭാര്യ കലി ഇളകിയിരിക്കുക, പോണോന്ന് പറഞ്ഞു. പിടിയടാ. എന്തൊരു ഉപദ്രവം ഇത്, പിടിയടാ. പിടിക്കാം. അങ്ങനെ പിടിച്ചതാ. അതെ എപ്പോ ഒന്ന് ഇരിപ്പുണ്ട് ഇവിടെ. അങ്ങനെ പിടിച്ചതാണ്. അതെ മൈക്കും പിടിച്ച് നിപ്പുണ്ട് ഇവിടെ. അങ്ങനെ പിടിച്ചതാ. ഇഷ്ടമുണ്ടായിട്ട് പിടിച്ചതല്ല. അന്ന് സാഹചര്യങ്ങൾ അങ്ങനെ പ്രേരിപ്പിച്ചു പിടിക്കാൻ. ഒരു രോഗം, ഒരു ക്ലേശം, ഒരു അപമാനം, ഒരു ഉത്തരയില്ലായ്മ, മനസ്സിൽ ഉരുണ്ടുകൂടിയ ഒരു അസ്വസ്ഥത അന്ന് ഈ കുരിശെ പിടിക്കാൻ പ്രേരിപ്പിച്ചു. അന്ന് വല്ല ഓർത്തുകൊണ്ട് പിടിച്ചാണോ? അന്നറിയാമായിരുന്നോ ഇന്ന് ജീവിതം ഇവിടെ എത്തുമെന്ന്? അറിയില്ല. അന്ന് ചുമ്മാ പിടിച്ചതാ, വെറുതെ പിടിച്ചതാ, നിർബന്ധം കൊണ്ട് പിടിച്ചതാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പിടിച്ചാണ്. അല്ലേ ഏട്ടാ? സത്യം പറ. അല്ലേ? അതെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അന്ന് പിടിച്ചതാണ്. പിടിച്ചങ്ങോട്ട് എന്തോരു വെയിറ്റ് ഇതിന്. അവിടെ ഇരുന്നപ്പോൾ വിചാരിച്ച് എന്ത് എളുപ്പമായത്, ചുമ്മാ മൈക്കിലൂടെ പറഞ്ഞാൽ മതിയല്ലേ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ എന്തോരു വെയിറ്റ് ആയത്. പിടിച്ചു, പൊക്കി, കുരിശിങ്ങനെ പിടിച്ച് തോളിലോട്ട് വെച്ചിട്ട് ഈ 33-കാരൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കി. ആൻഡ് ദാറ്റ് മെയ്ഡ് എവറി ചേഞ്ച്. മനസ്സിലായോ? ഈ പിടിച്ചപ്പോൾ ഒന്നും അറിയത്തില്ലായിരുന്നു, ചുമ്മാ ഒരു ആവേശത്തിന് പിടിച്ചതാ. ഹല്ലേലൂയ എല്ലാവരും, ഹല്ലേലൂയ ഞാനും, അങ്ങനെ പറഞ്ഞതാ. പക്ഷെ അങ്ങനെ പിടിച്ച് വന്നപ്പോ ആരുടെ കുരിശിലാണോ പിടിച്ചിരിക്കുന്നത് അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഒരു നോട്ടം ഉണ്ടല്ലോ, ആ ഒരു നോട്ടം മതി ജന്മാന്തരങ്ങളിലേക്ക്. ആ ഒരു നോട്ടം ഇവനെ നോക്കി. പേരൊന്നും വിളിച്ചില്ല, ശിമയോനെ വിളിച്ചില്ല, നോക്കി. ഓ, ഒന്നുകൂടെ നോക്കാൻ വയ്യ. അതുപോലാണ് ആ നോട്ടം. ഒന്നുകൂടെ നോക്കണമെന്നുണ്ട്, നോക്കാൻ വയ്യ. അപ്പൊ ഇങ്ങനെ മുഖം മാറ്റിയിട്ട് ഇത് പിടിച്ചിങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് മറിഞ്ഞു വീണിട്ട് ഇങ്ങനെ എഴുന്നേക്കുമ്പോ ഒന്നുകൂടെ നോക്കി. ഓ, നോക്കാൻ വയ്യ. അങ്ങനെ പിടിച്ച് ഏറ് കണ്ണിട്ട് ഇങ്ങനെ നോക്കി അറിഞ്ഞില്ല. ഗാഗുൽത്താമലയുടെ നെറുകയിലെത്തി. അപ്പോൾ അവരെന്ത് ചെയ്തു? ശിമയോനെ പിടിച്ചൊരൊറ്റ തള്ളുകൊടുത്തപ്പോ ഇവന് പോകാൻ വയ്യ. തള്ളിയിട്ട് പോകുന്നില്ല, തല്ലിയിട്ട് പോകുന്നില്ല, മുഖത്തടിച്ചിട്ട് പോകുന്നില്ല, ചവിട്ടിയിട്ട് പോകുന്നില്ല, ചാട്ടപൊക്കി കാണിച്ചിട്ട് പോകുന്നില്ല. പോവാൻ പറ്റില്ലെന്ന് ഒരിക്കലാ നോട്ടം കണ്ടവന് പറ്റില്ല. ചവിട്ടിയാ പോവില്ല, തല്ലിയാ പോവില്ല, തുപ്പിയാ പോവില്ല, ഫേസ്ബുക്കിൽ കമന്റ് എഴുതിയാ പോവില്ല, യൂട്യൂബിലൂടെ ചീത്ത വിളിച്ചാ പോവില്ല. ഒരിക്കലാ നോട്ടം കണ്ടവൻ പോവില്ല. ചവിട്ടിയാണ് അവസാനം ഓടിക്കുന്നത്, ഓടണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ കണ്ടാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ്? അതിനകത്ത് അവനിങ്ങനെ തിരിഞ്ഞു നോക്കി പോവാൻ വയ്യ. ശിമയോൻ ഇപ്പൊ സെഗിയോന്റെ ധ്യാന ഹോളിൽ പോവാൻ വയ്യ. അടിയൊക്കെ കൊണ്ടു വീണുപോയി, വയ്യ, മടുത്തുപോയി. പക്ഷെ വിട്ടിട്ട് പോവില്ല. എന്താ സംഭവിച്ചെന്നറിയാമോ?
ബൈബിള് വായിക്കുന്ന കാലത്തൊക്കെ എൻ്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ഈ ശിമയോൻ എവിടാ, കാണാനില്ലല്ലോ കർത്താവേ, ഇയാൾ ഈ പോയ പോക്ക, ഇവനെ പിന്നെ കാണാനില്ല. പോവാൻ ഇവനെ നിർബന്ധിച്ച് ഓടിച്ചോടിച്ചപ്പോൾ അന്ന് പോയ പോക്ക, പിന്നെ ഇവനെ കാണാനില്ല. അങ്ങനെ വായിച്ച് 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 വന്നപ്പോഴാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ, എടുക്കണ്ട കേട്ടാ മതി, ഇങ്ങനെ ഒന്ന് വായിച്ചു. അപ്പോൾ വയലിൽ നിന്ന് ശിമയോൻ എന്നൊരാൾ വരികയായിരുന്നു. അവൻ കവറീൻകാരനായിരുന്നു, അലക്സാണ്ടറിൻ്റെയും റോപ്പോസിൻ്റെയും പിതാവായിരുന്നു. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും പിതാവായിരുന്നു. ദാറ്റ് ഈസ് ആൻ അഡീഷണൽ ഇൻഫർമേഷൻ. വെൻ യു ആർ ട്രൈങ് ടു ഇൻട്രൊഡ്യൂസ് സംബഡി, യു ആർ ഇൻട്രൊഡ്യൂസിങ് സംവൺ by introducing his children. Listen to me. You are introducing somebody by introducing his children. അലക്സാണ്ടറിൻ്റെയും റൂഫസിൻ്റെയും അപ്പൻ, നമ്മുടെ അലക്സാണ്ടറിൻ്റെ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? മർക്കോസ് സുവിശേഷം എഴുതുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുന്നവർക്ക് ശിമയോനെ അറിയാൻ പാടില്ലെങ്കിലും ആരെ അറിയാം? അലക്സാണ്ടറിനെ അറിയാം, റൂഫസിനെ അറിയാം. പിന്നെ ഇങ്ങനെ റോമാലേഖനം 16:13 വായിച്ചപ്പോൾ കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ, അവൾ എൻ്റെയും അമ്മയാണ്. ആരാണ് ഈ പറയുന്നത്? പൗലോസ് റോമാ സഭയിലെ പേരെടുത്ത അതിശ്രേഷ്ഠന്മാരായ നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് അഭിവാദനം എഴുതുമ്പോൾ പൗലോസ് എഴുതുകയാണ്, കർത്താവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആർക്ക്? റൂഫസിനും അവൻ്റെ അമ്മയ്ക്കും വന്ദനം പറയുവൻ, അവൾ എൻ്റെയും അമ്മയാണ്. അതിൻ്റെ ഫുട് നോട്ട് POC ബൈബിളിൽ അതിൻ്റെ ഫുട് നോട്ട് നോക്കിയാൽ മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് ഒരു റെഫറൻസ് കിട്ടും. അത് വായിച്ചേ, മർക്കോസ് 15:21 വായിച്ചേ. അലക്സാണ്ടറിൻ്റെയും ആരുടെ അപ്പൊ ഈ റൂഫസും റോമ 16:13 റൂഫസും ആരാണ്? ഒരാളാണ്. അതുകൊണ്ടല്ലേ ഫുട് നോട്ട് കൊടുത്തിരിക്കുന്നത്. ഈ റോമർ 16:13 പൗലോസ് പറയുന്ന റൂഫസും മർക്കോസ് 15:21 പറയുന്ന റൂഫസും ഒരാളാണ്. അങ്ങനാണെങ്കിൽ ഇങ്ങോട്ട് നോക്കി. അങ്ങനാണെങ്കിൽ ഈ കുരിശിന്റെ അറ്റം പിടിച്ച, ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങ് കൊടുത്ത കർത്താവ് ചോരവാർന്ന് കരഞ്ഞുകൊണ്ട് കാൽവരി കുരിശിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഒരു സപ്പോർട്ട് കൊടുത്ത ശിമയോനെ കുറിച്ച് ബൈബിളിൽ പിന്നീട് ഒരു സൂചന ഇല്ലെങ്കിലും അവൻ്റെ ഭാര്യയെക്കുറിച്ചുമുണ്ട്, അവൻ്റെ മക്കളെക്കുറിച്ചുമുണ്ട്. റോമാ സഭയിലെ പേരെടുത്ത ശുശ്രൂഷകരായി മാറി ശിമയോന്റെ മക്കൾ. നീ കർത്താവിൻ്റെ കുരിശിന്റെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ ദൈവം അനുഗ്രഹിക്കും. നീ കർത്താവിൻ്റെ കുരിശിന്റെ അറ്റം പിടിച്ചാൽ നിന്റെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് ഈ തീ കത്തണം. ഈ തീ കത്തിയാൽ നിനക്ക് മാത്രമല്ല ഗുണം, നിന്റെ തലമുറയെ ദൈവം ഉയർത്തും. എന്താ സംഭവിച്ചെന്നറിയാമോ? ഈജിപ്തുകാരനായ ഈ വിജാതീയനായ അല്ലെങ്കിൽ ഈ കറുത്ത വർഗക്കാരനായ ശിമയോന്റെ മക്കള് തിരുവെഴുത്തിന്റെ ഭാഗമായി. സുവിശേഷത്തെ ഇപ്പൊ നമ്മൾ വായിക്കല്ലേ, റൂഫസ് ഇഹലോകത്തിലും നിത്യതയിലും. വീണ്ടും പെന്തക്കോസ്ത. പ്രിയപ്പെട്ടവരെ, ദാനിയേലിലൂടെ നമുക്ക് സമൃദ്ധമായ വചനം ലഭിച്ചു. ഒരു പുത്തൻ ഉണർവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഉണർവാണ് എല്ലാ കെട്ടുകളിൽ നിന്നും നമ്മളെ സ്വതന്ത്രമാക്കി നമ്മളെ പണിത് ഉയർത്തുന്നത്. ഇന്നേ ദിവസം ആരാധനയ്ക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട സന്തോഷ് കരുമത്ര ബ്രദറും അദ്ദേഹത്തിനോടൊപ്പമുള്ള ടീമുമാണ്. ഈ ടീമിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ അഭിഷേകത്തിൽ ഉയരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ കെട്ടുകളിൽ നിന്നും നമുക്കും നമ്മുടെ കുടുംബത്തിനും പൂർണ്ണമായ മോചനം ലഭിക്കട്ടെ, പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ബ്രദറിനോട് ചേർന്ന്, ടീമിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. വീണ്ടും പെന്തക്കോസ്ത. നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് തീ തരും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തീ തരും. സഭയെ വിശുദ്ധീകരിക്കുന്ന തീ,
നമ്മുടെ മിനിസ്ട്രികളെ, നമ്മുടെ കൂട്ടായ്മകളെ ശുദ്ധീകരിക്കുന്ന തീ, സഭയെ ഉണർത്തുന്ന തീ, സഭയെ പടുത്തുയർത്തുന്ന തീ, സഭയെ കൂടുതൽ കൂടുതൽ ദൈവ തേജസ് കൊണ്ട് നിറയ്ക്കുന്ന തീ കർത്താവ് തരികയാണ്. ഇരു കരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനാപുരം തുറന്നു പിടിച്ച്, പ്രത്യേകിച്ച് ലോകം മുഴുവനും ഈ ടെലിവിഷൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഉച്ച സ്വരത്തിൽ നമ്മൾ അല്പസമയം അങ്ങ് യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ചലിക്കും. സ്വർഗം ചലിച്ചാൽ ഭൂമിയിൽ ചിലതൊക്കെ സംഭവിക്കും. സഭയിൽ ചിലതൊക്കെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കരങ്ങൾ തുറന്നു പിടിച്ച് ചങ്ക് പൊട്ടി നിലവിളിച്ച് നമ്മൾ ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, തീ നൽകണമേ. പന്തക്കൊസ്സയുടെ തീ നൽകണമേ. ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ. സഭയിലാകമാനം ദൈവത്തിന്റെ തീ കത്തട്ടെ. കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, മിനിസ്ട്രികളിൽ, കൂട്ടായ്മകളിൽ ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് പടരട്ടെ, പടരട്ടെ, പടരട്ടെ. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. റൂഹായേ, റൂഹായേ, റൂഹായേ. ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്കുന്നു. റൂഹായേ, അഭിഷേക ശക്തിയ അഭിഷേക ശക്തിയ ചങ്കുപൊട്ടി വിളിച്ച് റൂഹായേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ റൂഹായേ. പുതിയൊരു ദിനമാകട്ടെ, അഭിഷേകത്തിൽ വീശട്ടെ. പുതിയൊരു ദിനമാകട്ടെ, അഭിഷേകത്തിൽ വീശട്ടെ. പുതുശക്തിയാ അഭിഷേക പുതുശക്തിയാ അഭിഷേക. ഇരു കരങ്ങൾ ഉയർത്തി 7 പ്രാവശ്യം സഭ മുഴുവനിലും ദൈവത്തിന്റെ തീ പകരുവാൻ 2019 പെന്തക്കോസ്ത അത് സഭയ്ക്കാകമാനം ഒരു പുതിയ മിഷണറി നവോത്ഥാനത്തിന്റെ പ്രസരിപ്പ് പകരാൻ കരമുയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ 7 പ്രാവശ്യം വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിൽ തീർച്ചാലൊഴുകിടുക. വിത്ത് മുളയ്ക്ക ഹൃദയമൊഴുകിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവം വരങ്ങളും. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവം വരങ്ങളും. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ ചൊരിഞ്ഞിടുക. പുതിയൊരു ദിനമാകട്ടെ, അഭിഷേകത്തിൽ ലോകം മുഴുവനിലും പുതിയൊരു ദിനമാകട്ടെ, സഭ മുഴുവനിലും സഭയിലെല്ലാ ശുശ്രൂഷകരിലും അഭിഷേക പുതുശക്തിയാ അഭിഷേക അവ്യകാരുണ്യ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് യാചനാപൂർവം തുറന്നു പിടിക്കാം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന നാളുകളിൽ വാഴ്ത്തപ്പെട്ട
എലേന ഗുവേര, പാവപ്പെട്ട കന്യാസ്ത്രീ. പരിശുദ്ധ പിതാവ് ലയോ 13 മാർപ്പാപ്പയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, പരിശുദ്ധ പിതാവേ, അങ്ങ് ഒരിക്കൽ കൂടെ സഭയെ മട്ടുപ്പാവിലേക്ക് നയിച്ചാലും കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കൊണ്ട് ശിഷ്യ സമൂഹത്തെ നിറച്ച സ്ഥലമാണ് സെഹിയോൻ ഊട്ടുശാല. അതേ തീ, a same fire, a same anointing, a same power ഇന്ന് ഇപ്പോൾ ഇവിടെ നമ്മുടെ മധ്യ ഇറങ്ങുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിൻ്റെ തീയാണ് ഇന്ന് തിരുസഭയ്ക്ക് ആവശ്യം. നമ്മുടെ മിനിസ്ട്രികൾക്ക് ആവശ്യം ദൈവത്തിൻ്റെ തീയാണ്. നമ്മുടെ കൂട്ടായ്മകൾക്ക് ആവശ്യം ദൈവത്തിൻ്റെ തീയാണ്. നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ലോകത്തിനും ഇന്ന് ഒരുപോലെ ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൻ്റെ തീയാണ്. ദൈവത്തിൻ്റെ തീയായി പരിശുദ്ധാത്മാവ് സഭ മുഴുവനിലും കത്തിപ്പടരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാണ് തീ തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് തീ തരും. പ്രവാചകനായ ഏലിയ കർമ്മലിന്റെ മുകളിൽ ചങ്ക് പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചു, ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങ് മാത്രമാണ് ഏകസത്യ ദൈവമെന്നും ഇന്ന് ഈ ജനം തിരിച്ചറിയുവാൻ കരുണ തോന്നണമേ. ഉടനെ തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 38-ാം വചനം പറയുന്നു, ഉടനെ തന്നെ കർത്താവിൽ നിന്ന് തീയിറങ്ങി. കർത്താവിൽ നിന്ന് തീയിറങ്ങി. അതേ തീ നമ്മുടെ മേൽ ഇറങ്ങുവാൻ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചോ. എല്ലാ പൈശാചിക കെട്ടുകളും പൊട്ടട്ടെ, പൈശാചിക പീഡകൾ തകരട്ടെ. മന്ത്രവാദ ശക്തികള്, കൂടോത്ര ശക്തികള്, ദൈവരാജ്യത്തിന്റെ വേലകളെ തടസ്സപ്പെടുത്തുന്ന എതിർ പൂജകള്, ബ്ലാക്ക് മാസിന്റെ പവറുകള്, ഇരുട്ടിന്റെ പവറുകള്, അന്ധകാര ശക്തികള്, നാരകീയ ദുർഭൂത സേനകള് ദൈവത്തിന്റെ തീയിൽ കരിഞ്ഞ് ചാരമായി പോകാൻ ചങ്ക പൊട്ടി ഹൃദയം തുറന്ന് കരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. ശക്തിയോടെ വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ. സ്വർഗത്തോളം സ്തുതികൾ ഉയരട്ടെ. ആരും ശ്രദ്ധിക്കേണ്ട. എനിക്ക് ദൈവത്തിന്റെ തീ വേണം, ദൈവത്തിന്റെ തീ വേണം, എനിക്ക് ദൈവത്തിന്റെ തീ വേണം. ഹല 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 ഹല. ഈ തീ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ. തീയിറങ്ങട്ടെ, തീയിറങ്ങട്ടെ. നിങ്ങൾ വിശ്വാസത്തിൽ നമുക്ക് കാണാം സഭ മുഴുവനിലും ദൈവത്തിന്റെ തീ കത്തുന്നത്. സഭാ മണ്ഡലങ്ങളിൽ, സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിന്റെ തീ പടർന്ന് കണ്ടുകൊണ്ട് ഉച്ചത്തിൽ വിളിക്കുക, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഇരു കരങ്ങളും സഹോദരന്മാർ സഹോദരന്മാരുടെ, സഹോദരിമാർ സഹോദരിമാരെ കോർത്ത് പിടിക്കുക. ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങളും, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് കരങ്ങൾ കോർത്ത് പിടിക്കുക. കൈകൾ കോർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുക, നിങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുക. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച അതേ കർത്താവ് പരിശുദ്ധ കുർബാനയായി, ദിവ്യ കാരുണ്യമായി നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് നമ്മോട് കൽപ്പിക്കുകയാണ്, എന്റെ ശുശ്രൂഷകരെ, നിങ്ങൾ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുക. ദൈവത്തിന്റെ തീ നിങ്ങൾ ഏറ്റെടുക്കുക. രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന തീ, ഭൂഖണ്ഡങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന തീ, മന്ത്രവാദ ശക്തികളെ നിർവീര്യമാക്കുന്ന തീ, ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ കെടുത്തുന്ന തീ, എതിർ പൂജകളെ കലക്കിക്കളയുന്ന തീ, അന്യാരാധനയുടെ അടിവേരിനെ കരിച്ചു കളയുന്ന തീ. എന്റെ ശുശ്രൂഷകരെ നിങ്ങൾ ഏറ്റെടുക്കുക.
കരങ്ങൾ കോർത്തു പിടിച്ച് ഒരു 3 പ്രാവശ്യം ഉച്ചത്തിൽ വിളിക്ക് റൂഹായേ. അഗ്നിനാവായി പടരണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ സഭ മുഴുവനിലും പെന്തക്കോസ്തയുടെ ആത്മീയത കത്തിപ്പടരുവാൻ 2019 പെന്തക്കോസ്ത സഭയ്ക്ക് ആകമാനം ഒരു പുത്തൻ ഉണർവായി മാറുവാൻ, സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ സഭയെ പീഡിപ്പിക്കുന്ന പീഡകരി ദൈവത്തിന്റെ തീയിറങ്ങുവാൻ, ദൈവത്തിന്റെ തീ കത്തുവാൻ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകം ഒഴുകട്ടെ. അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. വിളിച്ചു പ്രാർത്ഥിക്കുക ആത്മാവിനെ. സഭാ മണ്ഡലങ്ങളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. Come Holy Spirit, come Holy Spirit, come Holy Spirit, come. പരിശുദ്ധാത്മാവേ വരിക. Holy Spirit, come, Holy Spirit, come, Holy Spirit, come. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ കോർത്ത് പിടിച്ച കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ പൈശാചിക കെട്ടുകളും പൊട്ടുവാൻ, നാരകീയ ശക്തികൾ നിർവീര്യമാകുവാൻ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ തകർക്കപ്പെടുവാൻ, ഈ ഫലങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് എല്ലാം ഏറ്റെടുക്കുവാൻ വിളിച്ച് നമ്മൾ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇരു കരങ്ങളും സ്വന്തമായി ഉയർത്തിപ്പിടിച്ച് പുതുഭാഷകളിൽ പ്രവചനങ്ങൾ വെളിപ്പെടട്ടെ, പ്രവചന ശക്തി വെളിപ്പെടട്ടെ, ജ്ഞാനം വെളിപ്പെടട്ടെ, വിവേകം വെളിപ്പെടട്ടെ, വിവേചനങ്ങൾ വെളിപ്പെടട്ടെ, ആത്മാവിന്റെ കൃപകൾ വെളിപ്പെടട്ടെ. സഭ മുഴുവനിലും, സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും കൃപാവരങ്ങളുടെ പകർച്ചയുണ്ടാകുവാൻ കരമുയർത്തി ഭാഷാവരത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. ഭാഷാവരത്തിൽ പുതുഭാഷകളിൽ, അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ പൈശാചിക പീഡകളും അടിയട്ടെ. പരിശുദ്ധാത്മാവേ, പ്രവചനങ്ങൾ നൽകണമേ, പരിശുദ്ധാത്മാവേ, പുതുഭാഷകൾ നൽകണമേ,
പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് അടങ്ങാത്ത ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീരാത്ത ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിൻ്റെ വേലകളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ, അപവാദങ്ങൾ, അപഖ്യാതികൾ, ഇല്ലായ്മകൾ പറഞ്ഞു വരുത്തി നമ്മുടെ മനസ്സിനെ പീഡിപ്പിച്ച് നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തി ദൈവവേല വിട്ടുപോകുവാൻ പിശാചിറക്കുന്ന അവൻ്റെ തന്ത്രങ്ങൾ, ചതികൾ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വരുന്ന എല്ലാവിധ പൈശാചിക പീഡകൾ, ദൈവവേലകളെ നശിപ്പിക്കുവാൻ ചെയ്യുന്ന എതിർ പൂജകൾ, എതിർ പ്രാർത്ഥനകൾ, ബ്ലാക്ക് മാസിൻ്റെതായ അത്തരത്തിലുള്ള അന്ധകാരത്തിൻ്റെ ഇടപെടലുകൾ, ഇതിലേക്കെല്ലാം ദൈവത്തിൻ്റെ തീ ഇറങ്ങാൻ നമ്മൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. നമ്മുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ ദൈവത്തിൻ്റെ തീയിൽ കരിഞ്ഞു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചില ദേശങ്ങളിൽ സുവിശേഷ പ്രവർത്തനത്തിന് മുന്നേറ്റം ഉണ്ടാകുന്നില്ല. ചില രാജ്യങ്ങളിൽ കർത്താവിൻ്റെ മിഷൻ സക്സസ് ആകുന്നില്ല. അത് പരിശുദ്ധാത്മാവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല. രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന, ദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദ ശക്തികൾ, കൂടോത്ര ശക്തികൾ, ആഭിചാര ശക്തികൾ എല്ലാം ദൈവത്തിൻ്റെ തീയിൽ തകർക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയം നമുക്ക് വലതുകരം ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. നമ്മളായിരിക്കുന്നിടത്ത് കരങ്ങളങ്ങ് ഉയർത്തിപ്പിടിച്ചോ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കാൻ പോവാണ്. 2019 പെന്തക്കോസ്ത് തിരുനാള് സഭയ്ക്ക് മുഴുവൻ ഒരു പുതിയ ഉണർവായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. 100 കണക്കിന് മിനിസ്ട്രികൾ കേരള സഭയിലുണ്ട്. ഈ മിനിസ്ട്രികളെല്ലാം പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെ എല്ലാം ദൈവത്തിന്റെ തീ ജനത്തിന് മേൽ ഇറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. രാജ്യങ്ങളെ യേശുവിനായി പിടിച്ചടക്കുന്ന അഗ്നിയാൽ നമ്മളെല്ലാം പൂരിതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വലതുകരം ഉയർത്തിപ്പിടിച്ച് ദൈവരാജ്യത്തിന് വേലകളെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക ശക്തികൾ തകരുവാൻ, മന്ത്രവാദ ശക്തികൾ തകരുവാൻ, സഭയിൽ ആകമാനം ദൈവത്തിന്റെ അഗ്നി കത്തിജ്വലിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകാം. നമ്മുടെ മിനിസ്ട്രികളെ സമർപ്പിക്കുക. ഈ സമയം നമ്മുടെ മിനിസ്ട്രികളെ സമർപ്പിക്കുക. നമ്മൾ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ ധ്യാന കേന്ദ്രത്തിന് നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയിലുള്ള ബഹുമാനപ്പെട്ട വന്യ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അഭിനന്ദ പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ തീയിറങ്ങട്ടെ. പൈശാചിക പീഡകള്, നാറുകിയ കെട്ടുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, അന്ധകാര കോട്ടകള്, സാത്താന്യ ദുർഭൂത സേനകള് ദൈവത്തിന്റെ തീയിൽ കരിഞ്ഞു പോകട്ടെ. വലതുകരം ഉയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ. വിളിച്ചു പ്രാർത്ഥിച്ചോ. ആത്മാവേ വരിക 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 വരിക. കർത്താവ് ഈ സമയം ഒരു സന്ദേശം തരുന്നു. നമുക്ക് ഒരിക്കൽ കൂടെ കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാം. ഒരു വ്യക്തി മറ്റേ വ്യക്തിയിലേക്ക് ആത്മശക്തി വ്യാപരിക്കട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ. നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില പൈശാചിക കെട്ടുകള്, നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില പൈശാചിക ബന്ധനങ്ങള് ദൈവത്തിന്റെ തീയിൽ കരിഞ്ഞു പോകുവാൻ, എല്ലാ പീഡകളും തകർക്കപ്പെടുവാൻ, നമ്മുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുന്ന അന്ധകാര ശക്തികള് നിർവീര്യമാകുവാൻ കരങ്ങൾ കോർത്തു പിടിച്ച് ഉച്ചത്തിൽ അല്പസമയം കൂടി ഭാഷാപരത്തിൽ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും ഒടിയട്ടെ, എല്ലാ പീഡകളും തകരട്ടെ. ഹല 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 സ്തുതിച്ചു പ്രാർത്ഥിച്ചോ. അന്യാരാധന അടിവേരുകൾ തകർക്കപ്പെടട്ടെ. ശക്തികളെ തകരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. കോർത്ത് പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഒരു 7 പ്രാവശ്യം വിളിക്കുന്നു. റൂഹായേ
കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം, തീ കത്തിക്കാം, തീ കത്തിക്കാം, സ്വർഗീയ രാജാവേ തീ കത്തിക്കാം. കരങ്ങളുയർത്തി ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭാരത രാജ്യത്തിന്റെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ, ഭാരത ജനതയുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ, ഭാരത സഭയുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുവാൻ ആത്മാവിനെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, അന്ധകാരം നീക്കാം, അന്ധകാരം നീക്കാം, സ്വർഗീയമാക്കി കത്തിച്ചോരേ, തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, എന്നിൽ തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, തീ കത്തിക്കാൻ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാൻ. ഒരിക്കൽ കൂടെ ഇരു കരങ്ങളും ഉയർത്തി ഇന്ന് സഭ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലേക്കും, ഇന്ന് സഭ നേരിടുന്ന എല്ലാ വെല്ലുവിളികളിലേക്കും, എല്ലാ പ്രതിസന്ധികളിലേക്കും ദൈവത്തിന്റെ തീയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ പ്രതിസന്ധികള്, ഈ പ്രതിബന്ധങ്ങള്, ഈ വെല്ലുവിളികളെല്ലാം കരിഞ്ഞ് ചാരമായി പോകുവാൻ സഭയുടെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കാറ്റായി വീശുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, മിനിസ്ട്രികളിൽ ദൈവമേ തീ ഇറക്കണമേ. പരിശുദ്ധാത്മാവേ അഗ്നി കത്തിക്കണമേ. സഭ നേരിടുന്ന പ്രശ്നങ്ങളിൽ ദൈവത്തിന്റെ തീയായി ആത്മാവേ ഇറങ്ങി വരണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. നമുക്ക് ഒരിക്കൽ കൂടെ അത് പ്രാർത്ഥിച്ച് തുടർന്ന് നമുക്ക് വിശുദ്ധ ആശീർവാദത്തിനായിട്ട് നമുക്ക് കരങ്ങളെ യാചനാപുറം തുറന്ന് പിടിക്കാം. പരിശുദ്ധാത്മാവ് ഒന്ന് ചലിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. സഭ ഇന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകുന്ന പുതിയ പന്തക്കൊസ്തയാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നമുക്ക് ഒരുമിച്ച് ഉച്ചത്തിലൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഒരു പുതിയ പന്തക്കൊസ്തയായി ഞങ്ങളുടെ നാളുകളിൽ, ഞങ്ങളുടെ മിനിസ്ട്രികളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, സമർപ്പിത സമൂഹങ്ങളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ, സഭയുടെ എല്ലാ ശുശ്രൂഷകളിലും ആവർത്തിക്കണമേ, ആവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മൾ ദിവ്യകാരുടെ ആശീർവാദം സ്വീകരിക്കുകയാണ്. നമ്മൾ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവ് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞ് ദൈവത്തിൻ്റെ തീ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് ഏറ്റെടുക്കുവാൻ ഈശോയേ, ഈശോയേ, ഈശോ. ശുദ്ധപരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പെന്തക്കോസ്ത്
വീണ്ടും പെന്തക്കുസ്ത. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ ദൈവം നമുക്ക് വലിയ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. നമ്മളെ കാലങ്ങളായി ബുദ്ധിമുട്ടുന്ന എല്ലാ തിന്മകളിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചിരിക്കുകയാണ്. വിശ്വാസത്താൽ പ്രാപിച്ചിരിക്കുന്നു. നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ഈ സ്വാതന്ത്ര്യം ഇനിയുള്ള കാലങ്ങളിൽ സമൃദ്ധമായിട്ട് ഉപയോഗിച്ച് സഭയെ പണിതുയർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരുക്ക ധ്യാനത്തിൻ്റെ 4-ാം ദിവസം നാളെ നമ്മൾക്കായിട്ട് ക്ലാസ് എടുത്ത് പ്രാർത്ഥിക്കുന്നത് പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ ഡി ആണ്. അദ്ദേഹത്തിൻ്റെ വചനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് വരാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവമുണ്ടെന്ന് അറിയണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന്റെ സ്നാനം ഉള്ളവരായി തീരണം. അഭിഷേകം പകരട്ടെ. ഓരോ ധ്യാനകേന്ദ്രം നിറഞ്ഞ അഭിഷേകം ഇപ്പോ കേരള സഭയിലേക്ക് നിറയട്ടെ. സഭ മുഴുവൻ കത്തിപ്പടർത്തുവാൻ അഭിഷേകം, ലോകത്തെ കീഴ്പ്പെടുത്താനുള്ള അഭിഷേകം, മലയെ തകർക്കാനുള്ള അഭിഷേകം, സാത്താനെ ബന്ധിക്കാനുള്ള അഭിഷേകം. നിറയണമേ, ഉയർത്തിയടിക്കുക. നിറയണമേ പരിശുദ്ധാത്മാവേ.